പോവാനോ മന്ത്രങ്ങളാൽ അടക്കപ്പെട്ട വാതിൽ തുറക്കാനോ ശ്രമിക്കരുത്. തുറന്ന വരുന്ന ഭവിഷ്യത്ത് നിങ്ങളറിയും. അല്ല, ഇപ്പോൾ ഒന്ന് ചേട്ടൻ എന്താ ഡോർ തുറക്കണ്ടെന്ന് പറഞ്ഞത്? അതിലെന്തെങ്കിലും കാര്യപ്പെട്ടതുണ്ടാവും. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? നമ്മളിവിടെ എന്തിനാ വന്നത്? അടിച്ചു പൊളിക്കാനല്ലേ? നമുക്ക് അടിച്ചു പൊളിക്കാം. പറഞ്ഞ പിന്നെ ഏത് വാതിൽ ചവിട്ടി പൊളിക്കും. സംഗതി അതൊരു കെട്ടുകഥയാണെങ്കിലും നമ്മളൊന്നും കാര്യമാക്കണ്ട. നമുക്കത് അങ്ങോട്ട് പൊളിക്കാം, അടിച്ചു പൊളിക്കാം. അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഹലോ, എന്താടി? ഹലോ, ഏട്ടനെവിടെ? ഏട്ടൻ ഇനി അവിടെ നിന്ന് പോകുന്നില്ലേ? നാളെ രാവിലെ എന്തായാലും ഇവിടെ എത്തണം കേട്ടോ. എൻ്റെ ബിസിനസ് പ്ലാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
പറ്റില്ല പറ്റില്ല പറ്റില്ല. ഏട്ടൻ ഇനി ഒന്നും ഇങ്ങോട്ട് പറയും വേണ്ട, എനിക്കൊന്നും കേൾക്കും വേണ്ട. ഏട്ടൻ നാളെ രാവിലെ 9 മണിന്നുണ്ടെങ്കിൽ ഇവിടെ എത്തണം. എൻ്റെ സ്വഭാവം അറിയാലോ. നീ എന്താ കാര്യം പറയും? ഏട്ടൻ എല്ലാ കാര്യങ്ങളും മറന്നോ? നാളെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഏട്ടൻ എന്നോട് പറഞ്ഞതല്ലായിരുന്നു നാളെ ഏട്ടൻ വന്നിട്ട് എന്നെ ടൂർ കൊണ്ടുപോവാം, ഡ്രസ്സ് എടുത്തുതരാം, നമുക്ക് പാർക്ക് പോവാം, ബീച്ചിൽ പോവാന്നൊക്കെ ഉള്ളത്. അതൊക്കെ മറന്നൂല്ലേ ഏട്ടന്? ഏട്ടൻ എന്തായാലും എത്തിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ വീട് പൊളിച്ചിടും. മനസ്സിലായോ? ആ ശരി, ഞാൻ നാളെ അവിടെ എത്താം. അല്ല, ഏതാ അവിടെ ഒരു പെണ്ണ് സൗണ്ട് കേട്ടത്? ഏട്ടന് വല്ല പെണ്ണുങ്ങളെയും കൂടെയാണോ? സണ്ണിയുടെ സൗണ്ടാ. സണ്ണിയോ? സണ്ണിയുടെ സൗണ്ട് എന്താ പെണ്ണുങ്ങളെ സൗണ്ടാ? ഒന്ന് വീഡിയോ കോൾ ചെയ്തേ. വീഡിയോ കോൾ ചെയ്തേ പറ്റൂ. ഞാൻ ചെയ്യും. വീഡിയോ കോൾ ചെയ്യൂ. എനിക്ക് വീഡിയോ കോൾ ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എനിക്ക് അതറിഞ്ഞാ മതി. എന്നാ ഞാൻ ചെയ്യും, ഞാൻ ഓൺലൈനിൽ വരാം. നീ ഒന്ന് മാറിയിരിക്കും. സണ്ണി, നീ ഒന്നിങ്ങോട്ട് വന്നേ. നീ അങ്ങോട്ട് മാറുന്നത്. സണ്ണി, സണ്ണിയോട് വന്നേ. ഭാര്യ ഒന്ന് വീഡിയോ കോൾ ചെയ്യാം. നിന്റെ ഭാര്യയുടെ കൂടെ തോറ്റു സമ്മതിക്കില്ല നീ. ആ, സണ്ണി ചേട്ടന്റെ കൂടെയാണോ വന്നത്? അവനെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ആ, എന്നാ ശരി ചേട്ടാ, ഉറങ്ങിക്കോ. എന്റെ പൊന്നു ശ്യാമേ, ഒന്നും ഉറങ്ങാൻ വിട്. കണ്ടില്ല കാര്യങ്ങളൊക്കെ. ഞാൻ സമയത്തിന് എത്തിക്കോളാം. ആ ശരി ശരി. ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കും, മനുഷ്യരുടെ കണ്ടു കളയാൻ വേണ്ടിയിട്ട്. ശരി ശരി, അതാ ഓഫ് ചെയ്തു. എന്താണ്? ചേച്ചിക്ക് എന്താ പ്രശ്നം? ഇതിന് മുന്നേ വീട്ടിലാകെ സ്വാമി ഭർത്താവ്. നിന്റെ കണവൻ നിന്നെ ചതിച്ചുവല്ലേ? എന്റെ ഭർത്താവിന് എങ്ങനെ ഇത് തിരിച്ചു കിട്ടണം സ്വാമി? അവൻ നിന്നെ മാത്രമാണ് കെട്ടിയതെന്നോ നിനക്കുറപ്പുണ്ടോ? എന്റെ ഭർത്താവ് പാവമാണ് സ്വാമി, അങ്ങനെ ഒന്നും ചെയ്യില്ല. ഭർത്താവ് പാവമാണെങ്കിൽ എന്തിനീ നീ ഇവിടെ വന്നു? സ്വാമി, എന്റെ കുടുംബത്തെ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും കനിയണം. ആ, തിരിഞ്ഞിരിക്കൂ. ശരി സ്വാമി. ആ, മുടിയൊന്നു മാറ്റിക്കോളൂ. ആ, എന്താ പേര്? സുജാത. എല്ലാം ശരിയാക്കി തരണം സ്വാമി. നാളെ മകം. മകം മകം പറഞ്ഞ മങ്കയാണല്ലോ. നല്ല നാളാ. ഇന്നേക്ക് 390 ദിവസത്തിനുള്ളിൽ എൻ്റെ കെട്ടിയവനിവിടെ വന്നിരിക്കും. അതിന് ചില പൂജാതി കർമ്മങ്ങൾ ആവശ്യമാണ്. എന്നാ പുറത്തിരുന്നോളോ. ഇന്നലെ രാത്രി മുതൽ ഇവിടെ എന്തൊക്കെ പിച്ചുമ്പയും പറയും സ്വാമി. ജോലിക്ക് പോയടത്തുനിന്ന് എന്തോ കണ്ടു പേടിച്ചതോ. എന്തു ജോലിക്കാ പോയത്? അത് സ്വാമി എന്തോ കണ്ടു പേടിച്ചതാണ്. ആ പെട്ടി എവിടെ?
പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് സ്വാമി. അതെടുത്തുകൊണ്ട് വാ. അവിടെ വെച്ചോളോ. ചില്ലറ ആളായിട്ടല്ല നിങ്ങൾ മുട്ടിയതല്ലേ? എന്തിനാ നിങ്ങൾ അവിടെ പോയത്? പൂജാതി കർമ്മങ്ങൾ ശേഷം ചെയ്യേണ്ടി വരും. പരികർമ്മിയെ കണ്ടോളൂ. എന്താ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എന്താണെന്നും ഞാൻ ആരാണെന്നും അറിയാതെയാണോ നീ ഇവിടെ ഇരിക്കുന്നത്? മഹാമായ വിഷ്ണുമായ സണ്ണിച്ചൻ ആരോടീ സംസാരിക്കുന്നത്?